ഈ കാണുന്ന സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കൂടെ കിട്ടുന്ന നമ്മുടെ സിം സ്ലോട്ട് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പിന്നാണിത്. എന്നാൽ ഇത് സിം സ്ലോട്ട് തുറക്കാൻ മാത്രമുള്ളതല്ല. ഇത് കൂടാതെ പല ഉപയോഗങ്ങളുമുണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് അതിനൊപ്പം കിട്ടുന്ന ഈ ഒരു പിന്നുകൊണ്ട് എന്തെല്ലാമാണ് ഉപയോഗമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കുറേ നേരം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോൺ ചിലപ്പോൾ ഒന്ന് ഹാങ് ആവും. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ ചെറിയ പിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്നല്ലേ, പല ഫോണുകളിലും ഒരു ചെറിയ റീസെറ്റ് ഹോള് കാണാൻ കഴിയും. ഇത് ഈ പിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പഴയ പല ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതുപോലെ റീസെറ്റിനായിട്ട് നമുക്കൊരു ചെറിയ ഹോള് കാണാൻ വേണ്ടി സാധിക്കും. ന്യൂ മോഡലുകളിലൊന്നും വരുന്നില്ല. അതല്ലാതെ തന്നെ പല ഇലക്ട്രോണിക് സാധനങ്ങളിലും ഇതുപോലെ റീസെറ്റ് പിന്നുകൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സെറ്റപ്പ് ബോക്സുകളൊക്കെ പോലെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ ഇതുപോലെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഹോള് കാണാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ചെറിയ ദ്വാരങ്ങൾ വൃത്തിയാക്കുന്നതിനും അതുപോലെ മെമ്മറി കാർഡുകളൊക്കെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫോണിൻ്റെ സ്പീക്കറിലോ ചാർജിംഗ് പോർട്ടിലോ ഒക്കെ ചുറ്റുമുള്ള പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ ആ ഒരു അഴുക്ക് വൃത്തിയാക്കാൻ കൂടെ നമുക്ക് ഈ ഒരു പിൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ പ്രത്യേക സിം മെമ്മറി കാർഡ് സ്ലോട്ടുള്ള ഫോണുകളിൽ 2 ട്രേകൾ ഉണ്ടായിരിക്കും തുറക്കാൻ വേണ്ടിയിട്ട്. അതിനും നമുക്ക് ഈ ഒരു പിൻ ഉപയോഗിക്കാം. ഇത് ഫോണുകളിൽ മാത്രമല്ല കേട്ടോ, സ്മാർട്ട് വാച്ചുകളിലും ഇതുപോലെ റീസെറ്റ് ചെയ്യാനുള്ള ഈ ഒരു പിന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അധിക പേരും ഇതുപോലെയുള്ള പിന്നുകൾ ആ ഒരു ഫോണിൻ്റെ പൗച്ചിൻ്റെ ബാക്കിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. ചിലർ അത് പേഴ്സിനകത്തും വെക്കാറുണ്ട്. ചിലരോ അത് നമ്മുടെ കീ ചെയിൻ്റെ കൂടെ കൊണ്ട് നടക്കാറുമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടന്നാലും ആവശ്യം നേരത്തെ ഈ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ ആർക്കും കാണാൻ കിട്ടാറില്ല. അപ്പോൾ ഈ പിന്ന് ഫുൾ ടൈം കൂടെ കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.